UK ഒരു റിവേഴ്സ് മൈഗ്രേഷനിലോട്ട് നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഗവൺമെന്റ് ഏജൻസിയായ ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടിരിക്കുന്ന ലേറ്റസ്റ്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മൈഗ്രേഷൻ പകുതിയായി കുറഞ്ഞെങ്കിലും ഇനിയും വളരെയധികം കുറയേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് പ്രധാനമന്ത്രി സർക്കാർ സ്റ്റാമർ പങ്കുവച്ചത്. ഇപ്പോഴുള്ള 4,31,000 എന്ന നെറ്റ് മൈഗ്രേഷൻ 2.5 ലക്ഷമാക്കി കുറയ്ക്കുന്നതിനുള്ള അടുത്ത പ്ലാനുകളാണ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 2 പ്രധാന തീരുമാനങ്ങൾ മൈഗ്രേഷനിൽ വലിയ കുറവുണ്ടാക്കുമെന്ന അഭിപ്രായവും ഇപ്പോൾ ഗവൺമെന്റ് നൽകുന്നു. നൽകുന്നത് 10 വർഷമാക്കുന്നത് 5 പ്രധാന മേഖലകളിൽ വലിയ ചേഞ്ചുകൾ ഉണ്ടാക്കുമെന്ന അഭിപ്രായവും ഇപ്പോൾ വന്നിരിക്കുന്നു. ഗവൺമെന്റ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തതിനു ശേഷം വന്ന പ്രധാന അഭിപ്രായമാണ് PR നൽകുന്നത് 10 വർഷമാക്കി വർദ്ധിപ്പിക്കുന്നത് 5 പ്രധാന മേഖലകളിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കുമെന്നുള്ളത്. ഏറ്റവും പ്രധാനമായുള്ളത് UKയിൽ ബെനിഫിറ്റ് വാങ്ങുന്നവരുടെ എണ്ണം കുറയും. UKയിൽ ജെന്യൂനായി വന്ന് ജോലി ചെയ്യാനും സെറ്റിൽ ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് പുതിയ നിയമങ്ങൾ ഒരു രീതിയിലും തടസ്സമാകില്ല എന്ന അഭിപ്രായവും ഉണ്ടായി. 10 വർഷക്കാലം UKയിൽ കഴിയുന്നവർക്ക് PR നൽകുന്ന രീതി കൊണ്ടുവരുമ്പോൾ UKയിൽ വന്ന് ബെനിഫിറ്റുകൾ വാങ്ങാൻ വേണ്ടി മാത്രമായി എത്തുന്നവർക്ക് വലിയ തിരിച്ചടി നൽകുന്ന, അതേസമയം തന്നെ UKയിൽ ജെന്യൂനായി എത്തുന്ന കാൻഡിഡേറ്റ്സിന് 10 വർഷക്കാലം UKയിൽ നിന്ന് UKയിലെ സൊസൈറ്റിയുമായി അഡാപ്റ്റ് ചെയ്തുകൊണ്ട് UKയിലെ ജീവിത സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി സിറ്റിസൺഷിപ്പിലോട്ട് കടക്കാൻ കഴിയുന്ന നല്ലൊരു തീരുമാനമെന്ന അഭിപ്രായവും വിദഗ്ധർ നൽകിയിരിക്കുന്നു. ഇപ്പോൾ UKയിൽ നിലനിൽക്കുന്ന PR സിസ്റ്റത്തിന് ഒട്ടേറെ പരിമിതികളുണ്ടെന്നും നിരവധി അപ്പീലുകളും കേസുകളുമാണ് PR നൽകാത്തതിന്റെ പേരിൽ ഹോം ഓഫീസിനെതിരെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കുറയ്ക്കാനും അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളിലൊക്കെ വലിയ കുറവുണ്ടാക്കാനും പുതിയ തീരുമാനങ്ങൾ സഹായിക്കുമെന്ന അഭിപ്രായവും ഇപ്പോഴുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഹോം ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത് ലക്ഷക്കണക്കിന് വിസ ആപ്ലിക്കേഷനുകളാണ്. പ്രത്യേകിച്ചും അസൈലം ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷനുകളിൽ തീരുമാനമെടുക്കാതെ കിടക്കുന്നത് ലക്ഷക്കണക്കിന് ഫയലുകൾ. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റ് മുഖ്യ പ്രാധാന്യം നൽകുന്ന സമയവുമാണ്. ഈ സാഹചര്യത്തിലാണ് PR ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷനുകളിൽ കുറവുണ്ടാകുമ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളിലും കാര്യമായ കുറവുണ്ടാക്കുമെന്ന അഭിപ്രായമുണ്ടായത്. അതേസമയം തന്നെ UKയിലെ കമ്പനി ലീഡേഴ്സ് ഇപ്പോൾ ഗവൺമെന്റിന് നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിലുള്ള നിയമം UKയിൽ നടപ്പാക്കരുതെന്നും ഇപ്പോൾ തന്നെ ജോലിക്കാരുടെ കുറവ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ നിരവധി പേർ, പ്രത്യേകിച്ചും വർക്ക് വിസയിലുള്ള ധാരാളം പേർ UK ഉപേക്ഷിച്ച് പോകാൻ പുതിയ കടുത്ത തീരുമാനങ്ങൾ കാരണമാകുമെന്നുള്ളത്. ഇത് UKയിലെ സ്റ്റാഫ് ഷോർട്ടേജ് വർദ്ധിപ്പിക്കും. അത് കമ്പനികളിലും സാമ്പത്തിക മേഖലയ്ക്കും വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും ഫ്യൂച്ചറിലുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത്തരം തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് പകരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി UKയിൽ വന്നിട്ടുള്ളവരെ ബാധിക്കാത്ത രീതിയിൽ ഇത്തരം തീരുമാനങ്ങൾ നടപ്പാക്കുകയാണ് വേണ്ടത് എന്ന സജഷൻസ് ആണ് പ്രധാന കമ്പനി ലീഡേഴ്സ് നൽകുന്നത്. മൈഗ്രേഷൻ കുറയുന്നത് ബിസിനസ്സുകൾക്ക് ഒട്ടും പ്രയോജനകരമാകില്ല. UKയിലെ കുടിയേറ്റം കമ്പനികൾക്കും ബിസിനസ്സുകൾക്കും വലിയ നേട്ടമാണ് നൽകുക. കടുത്ത വിസ നിയമങ്ങൾ നടപ്പാക്കുന്നത് ബിസിനസ്സുകളെ തകർക്കുമെന്ന അഭിപ്രായവും ലീഡേഴ്സ് നൽകുന്നു. UKയിലെ സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷനുകളിൽ വലിയ വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുന്നത്. പ്രത്യേകിച്ചും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പൗരന്മാർ UKയിൽ സിറ്റിസൺഷിപ്പ് നേടുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നൽകുന്നതിൽ വലിയ വർധനവുണ്ടായിരിക്കുന്നു. 6100-ലധികം അമേരിക്കൻ സിറ്റിസൺസ് ആണ് കഴിഞ്ഞ വർഷം മാത്രം UKയിലെ സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ നൽകിയത്. 2025 ആയപ്പോഴേക്കും ഇതിൽ വലിയ വർധനവുണ്ടായി. ട്രംപ് ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം UKയിലെ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കുന്ന അമേരിക്കക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് രേഖപ്പെടുന്നത്. UKയിലെ മൈഗ്രേഷൻ കുറയ്ക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് നടപ്പാക്കുന്ന ഉയർന്ന ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് മാത്രം വിസ നൽകിയാൽ മതിയെന്ന തീരുമാനം വലിയ ചേഞ്ച് ആയിരിക്കും വിസ ആപ്ലിക്കേഷനുകളിൽ ഉണ്ടാക്കുക. UKയിലെത്തുന്ന നല്ലൊരു ശതമാനം പേരും ഇംഗ്ലീഷ് അറിയാത്തവരെ എന്ന റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് ഇത്തരമൊരു നടപടിയിലോട്ട് ഗവൺമെന്റ് കടന്നതും. ഹൈ ലെവൽ ഓഫ് ഇംഗ്ലീഷ് ഉള്ളവർക്ക് മാത്രം UKയിൽ എത്താൻ കഴിയുന്ന രീതിയിലോട്ട് നിയമം മാറും. UKയിൽ നടന്ന സർവേകളിലെല്ലാം തെളിഞ്ഞത് ഡിപ്പെൻഡന്റ് വിസ ഉൾപ്പെടെയുള്ള കാറ്റഗറികളിൽ എത്തുന്ന നല്ലൊരു ശതമാനം പേർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനോ കൈകാര്യം ചെയ്യാനോ കഴിയുന്നില്ല എന്ന കണ്ടെത്തലാണ്. ഇതിന് ശേഷമാണ് കർശന നിയമങ്ങൾ നടപ്പാക്കാനുള്ള പ്ലാനുകളും ഗവൺമെന്റ് അവതരിപ്പിച്ചത്. UKയിലെ ജീവിത രീതികളിലും സാംസ്കാരിക മേഖലകളിലുമെല്ലാം വലിയ ചേഞ്ചുകൾ ഉണ്ടാക്കുന്ന മൈഗ്രേഷനാണ് അടുത്ത കാലത്ത് UKയിലോട്ടുണ്ടായത് എന്ന സർവേ റിസൾട്ടുകളും വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലീഷ് ഒരു പ്രധാന ക്രൈറ്റീരിയയായി വിസ ആപ്ലിക്കേഷനുകളിൽ ഉൾപ്പെടുത്താനുള്ള ഗവൺമെന്റ് പ്ലാനുകളും പ്രസിദ്ധീകരിച്ചത്. ഏത് കാറ്റഗറികളിലുള്ള വിസ ആപ്ലിക്കേഷൻ ആണെങ്കിലും അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ കഴിയില്ലെങ്കിൽ UKയിലോട്ട് വിസ ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. വിസിറ്റിംഗ് വിസകൾക്ക് ഇത് ബാധകമായിരിക്കില്ല. ഡിപ്പെൻഡന്റ് വിസകളിലും വർക്ക് വിസകളിലും എത്തുന്നവർക്ക് ഹൈ ഇംഗ്ലീഷ് നോളജ് പ്രധാന ക്രൈറ്റീരിയയായി വിസ ആപ്ലിക്കേഷനുകളിൽ ഉൾപ്പെടുത്തുന്നു. കഴിഞ്ഞ കുറെ കാലമായി UKയിലോട്ടുണ്ടായ ഇന്റർനാഷണൽ മൈഗ്രേഷനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന് കൂടുതൽ പ്രാധാന്യം നൽകി UKയിൽ ജോലിയില്ലാതെ കഴിയുന്നവരെ പരിഗണിച്ചില്ല. ഏറ്റവും പുതിയ കണക്കുകളനുസരിച്ച് 16-നും 24 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യാതെ ഫൈനാൻഷ്യലി ഇനാക്റ്റീവായി കഴിയുന്നത് 8-ൽ ഒരാൾ വീതമാണ്. ഈ സാഹചര്യത്തിലും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന് പ്രാധാന്യം നൽകുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഗവൺമെന്റ് നൽകുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിജിത്ത് ഫിലിപ്സൺ കൊണ്ടുവന്ന പുതിയ പ്ലാനുകൾ അനുസരിച്ച് £3 ബില്യൺ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾക്കായിരിക്കും തുടക്കമാവുക. 2026 ജാനുവരി മുതൽ തന്നെ ലോ സ്കിൽഡ് ജോലികൾക്കുള്ള ട്രെയിനിംഗും നൽകി തുടങ്ങും. വൻതോതിൽ ഫണ്ട് അനുവദിച്ച് കൂടുതൽ ട്രെയിനിങ്ങുകൾ നടത്തി 1,20,000 പേരെയെങ്കിലും ട്രെയിൻ ചെയ്യാനുള്ള പുതിയ പ്ലാനുകളും ഗവൺമെന്റ് കൊണ്ടുവരുന്നു.
വരുന്നു. കെയർ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള കാറ്റഗറികളിലോട്ടായിരിക്കും കൂടുതൽ ട്രെയിനിങ് നൽകുക. ഈ സാഹചര്യത്തിൽ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിൽ വലിയ കുറവുണ്ടാവുകയും UK-യിൽ ജോലിയില്ലാതെ കഴിയുന്നവർക്ക് ബെനിഫിറ്റ് നൽകാതെ അവരെ ജോലികളിലോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് കൂടിയാണ് ഗവൺമെന്റ് തുടക്കമിടുന്നത്. അതിന്റെ അനൗൺസ്മെന്റാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സൺ പാർലമെന്റിൽ അവതരിപ്പിച്ചതും. UK-യിലെ ഏറ്റവും അധികം ജോലിക്കാരെ ആവശ്യമുള്ള 3 പ്രധാന മേഖലയാണ് സോഷ്യൽ കെയർ, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ. ഈ പ്രധാന മേഖലകളിലാണ് കൂടുതൽ ട്രെയിനിങ് നൽകാനുള്ള ശ്രമങ്ങളും ഗവൺമെന്റ് ആരംഭിക്കുക. അതിനായി കൂടുതൽ ഫണ്ട് അനുവദിക്കുക. വിദേശ റിക്രൂട്ട്മെന്റിനായി വൻതോതിൽ പണം മുടക്കുന്നതിന് പകരം UK-യിലുള്ളവർക്ക് ട്രെയിനിങ്ങുകൾ നൽകാനുള്ള തീരുമാനം. എന്നാൽ ഇപ്പോൾ UK-യിലെ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ഷോർട്ടേജ് ഉള്ള മേഖലകളിലോട്ട് മാത്രം ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എന്ന രീതിയിലോട്ട് നിയമങ്ങളും മാറുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് UK-യിലെ പ്രധാന ജോലികളെല്ലാം തന്നെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനുള്ള പുതിയ തീരുമാനവും ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. UK-യിലുള്ളവർ ആപ്ലിക്കേഷൻ നൽകിയാൽ അവരെ പരിഗണിച്ചതിന് ശേഷം മാത്രം ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്താൽ മതിയെന്ന പുതിയ നിർദ്ദേശവും വന്നിരിക്കുന്നു. ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ കാര്യത്തിലും UK-യിലുള്ള ആപ്ലിക്കേഷനുകൾ കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രം ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെ പരിഗണിക്കുന്ന രീതിയായിരിക്കും ഇനി മുതൽ നടപ്പാക്കുക. UK-യിൽ കർശന വിസ നിയമങ്ങൾ നടപ്പാക്കുന്ന പുതിയ ഗവൺമെന്റിന്റെ പ്ലാനുകൾ അവതരിപ്പിച്ചതിനു ശേഷം നിരവധി പേരാണ് UK ഉപേക്ഷിച്ചു പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 18,000-ലധികം വർക്ക് വിസ ഹോൾഡേഴ്സ് UK ഉപേക്ഷിച്ചു പോയി എന്ന കണക്കുകളും വന്നു. 37,000-ലധികം ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് UK-യിൽ പഠിക്കാനെത്തി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തിരികെ പോയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയൊരു വർധനമാണ് സ്റ്റുഡൻസിന്റെ തിരിച്ചുപോക്കിന്റെ കാര്യത്തിലുണ്ടായിരിക്കുന്നത്. UK-യിൽ വന്ന് പഠിക്കുന്നവർക്ക് ജോലി കിട്ടാൻ കഴിയാത്ത ലേറ്റസ്റ്റ് സാഹചര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ കോഴ്സിന് ശേഷം 2 വർഷക്കാലത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അവർക്ക് ലഭിക്കുമെങ്കിലും ആ സമയത്ത് ഒരു വർക്ക് വിസ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വൻതോതിൽ സ്റ്റുഡൻസ് അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചു പോകാൻ ആരംഭിച്ചത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 37,000-ലധികം സ്റ്റുഡൻസ് തിരിച്ചുപോയി എന്ന കണക്കുകൾ കഴിഞ്ഞ ദിവസമാണ് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തത്. പുതിയ സാഹചര്യത്തിൽ UK-യിലെ എല്ലാ വിസ ആപ്ലിക്കേഷനുകളിലും കർശന പരിശോധനകളാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അസൈലം ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള കാറ്റഗറികളിൽ UK-യിൽ അപേക്ഷിച്ചവർക്ക് അവരുടെ വിസ ആപ്ലിക്കേഷനുകൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അവർ UK-യിൽ എത്തുന്ന സമയത്ത് അവരുടെ രാജ്യങ്ങളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മൂലമാണ് UK-യിൽ എത്തിയതെങ്കിൽ ആ പ്രശ്നം ഇപ്പോഴും അവരുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം വിസ അനുവദിക്കുന്ന രീതി. അത്തരം കർശന ക്രൈറ്റീരിയകളാണ് എല്ലാ വിസ ആപ്ലിക്കേഷനുകളുടെ കാര്യത്തിലും ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്നത്. UK-യിലെ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പേർക്ക് UK-യിൽ എത്തി ജോലി ചെയ്യാനും തിരികെ പോകാനും കഴിയുന്ന രീതിയിലോട്ടായിരിക്കും പുതിയ പ്ലാനുകൾ ഗവൺമെന്റ് കൊണ്ടുവരിക. അതിനായി യൂത്ത് മൊബിലിറ്റി സ്കീം ഉൾപ്പെടെയുള്ള പുതിയ കാറ്റഗറികളിലോട്ട് യങ് പ്രൊഫഷണൽസിന് UK-യിൽ ഷോർട്ട് ടൈം പീരീഡിൽ വന്ന് ജോലി ചെയ്ത് തിരികെ പോകാൻ കഴിയുന്ന രീതിയിലോട്ട് നിയമങ്ങൾ മാറുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ സ്കിൽഡ് അൺസ്കിൽഡ് മൈഗ്രൻസിന് UK-യിൽ വരാൻ കഴിയുന്ന രീതിയിലോട്ടുള്ള പ്ലാനുകളും ഗവൺമെന്റ് തയ്യാറാക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റുകൾ കുറച്ച് താൽക്കാലിക വിസകളിൽ UK-യിൽ വന്ന് ജോലി ചെയ്ത് പോകാൻ കഴിയുന്ന രീതിയിലോട്ടായിരിക്കും പുതിയ പ്ലാനുകളും ഉണ്ടാവുക. UK-യിലെ റെസിഡൻസി ക്രൈറ്റീരിയകൾ കൂടുതൽ കർശനമാക്കി മൈഗ്രേഷൻ കുറയ്ക്കുക എന്ന സമീപനത്തിലോട്ടാണ് ഗവൺമെന്റ് നീങ്ങുന്നതും. അതേസമയം തന്നെ മുൻ ഗവൺമെന്റിന്റെ കാലത്ത് 1 മില്യണോളം ഉണ്ടായിരുന്ന നെറ്റ് മൈഗ്രേഷൻ പകുതിയിൽ താഴെയാക്കി കുറയ്ക്കാൻ ലേബർ ഗവൺമെന്റിന് കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും അവർ നൽകുന്നു. UK-യിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും ക്രൈം റേറ്റ് ഓരോ ദിവസവും കൂടി വരുന്നു. അതേസമയം തന്നെ ഇല്ലീഗൽ മൈഗ്രേഷനിൽ വലിയ വർധനവുണ്ടാകുന്നു. ഇംഗ്ലീഷ് ചാനൽ വഴി ധാരാളം പേർ UK-യിലോട്ട് എത്തുന്നു. മനുഷ്യക്കടത്ത് സംഘങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നു. UK-യിലോട്ട് അനധികൃത കുടിയേറ്റക്കാരെ എത്തിക്കുന്നതിന് വേണ്ടി വൻതോതിൽ പണം വാങ്ങി UK-യിലോട്ട് മൈഗ്രൻസിനെ എത്തിക്കുന്ന രീതിയാണ് നിലനിൽക്കുന്നത്. അതേ സാഹചര്യങ്ങളിൽ തന്നെയാണ് കേരള വിസ ഉൾപ്പെടെയുള്ള കാറ്റഗറികളിൽ ധാരാളം കാൻഡിഡേറ്റ്സിനെ UK-യിൽ എത്തിച്ചത് എന്ന കണ്ടെത്തലുമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് കേരള വിസ നിർത്തലാക്കാൻ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം വന്നത്. അതേസമയം തന്നെ UK-യിലുള്ള എല്ലാ വിസ ആപ്ലിക്കേഷനുകളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് റിയലായി UK-യിൽ ജോലി ചെയ്യാൻ വന്നവരാണോ എന്ന് ഉറപ്പാക്കി ഏതെങ്കിലും തരത്തിലുള്ള ഫേക്ക് ഡോക്യുമെന്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കർശന നടപടി സ്വീകരിക്കാനും ഗവൺമെന്റ് തയ്യാറാകുന്നു. ധാരാളം പേർക്കാണ് ഇത്തരത്തിൽ വിസ ആപ്ലിക്കേഷനുകൾ റിന്യൂ ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായത്. UK-യിൽ വന്ന് ജോലിയില്ലാതെ കഴിയുകയും വ്യാജമായി പേ സ്ലിപ്പുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും നൽകിയവർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. വിസ ആപ്ലിക്കേഷനുകളിൽ അവർ UK-യിൽ എത്തിയ സമയം മുതലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റുകളെല്ലാം കൃത്യമായി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യതയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വിസ ആപ്ലിക്കേഷനുകൾ അപ്രൂവ് ആകുന്ന രീതി, അതല്ലെങ്കിൽ അവർക്ക് ബാൻ ലഭിക്കുന്ന പൊതുവായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ധാരാളം അപ്ഡേറ്റുകളാണ് UK-യിലെ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വരുന്നത്. കൂടുതൽ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.